ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആണ്. ഞാൻ മൂടിപ്പോച്ച് ഉറങ്ങേണ്ട ആളാണ്. പക്ഷെ ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. അമ്പലം വരെ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റാണിത്. അപ്പോൾ പിന്നെ വിചാരിച്ചു, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ വലിയ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഷോർട്സ് ഇടുക, ഏതോ ഒരു മിനിറ്റിൻ്റെ 1-2 മിനിറ്റിൻ്റെ വീഡിയോ അങ്ങനെ എന്തോ ഇട്ടിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് കാണിക്കുക എന്നുള്ളത്. അപ്പം ഇന്നൊരു ടെമ്പിളിൽ പോവാണ്. എണീക്കാൻ വയ്യ, മടിയായിരുന്നു. ആകെ കിട്ടുന്ന ഒരു സൺഡേ ആണ്. മൺഡേ ടു സാറ്റർഡേ വരെ വർക്ക്. അതിലാകെ ഒരു സൺഡേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു സൺഡേ കിട്ടുള്ളൂ. അത് രാവിലെ എണീറ്റ്, പക്ഷേ ഇനി കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ അത് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണിക്കാം ഗൈസ്. ഓ ഷിറ്റ്, ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിരുന്നു. ഫുള്ള് അത് റെക്കോർഡായില്ല. ഷിറ്റ്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, പിന്നെ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ഇട്ടു. ഇനി എന്താ പറയുക, കുറച്ച് പൗഡറും പിന്നെ ഐ ഷാഡോ ഐലൈനർ സംഭവങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഹെയർ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യണം. അതുകൊണ്ട് ചെയ്തിട്ട് ഞാനൊരു ഫൈനൽ ലുക്ക് എങ്ങനെയെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്രയും സമയം 9:10. ഒരു 9:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. ഞാൻ ഈ കമ്മലാണ് ഞാൻ അവസാനം ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു ബസ്സും പിടിച്ച് നേരെ അമ്പലത്തിൽ പോയി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിജിത്തെ ദോശയും ചട്നിയും. അപ്പോൾ അത് കഴിച്ച് നേരെ ബസ്സും പിടിച്ച് നേരെ ടെമ്പിളിൽ പോയി ബാക്കി വീഡിയോസ് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. ബൈ. ഗൈസ്, അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 20 മിനിറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക്. ടെമ്പിളിലെത്തി. ഇതാണ് ടെമ്പിള്. ഓ, നല്ല രസമല്ലേ കാണാൻ. പോയി നോക്കി നോക്കാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഏരിയയാണ് കാണാൻ സാധിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാനും അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ ക്ലീൻ ആക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു ജെയിൻ ടെമ്പിൾ ആണ്. ശ്രീ പാർശ്വ സുശീൽധാം ശ്വേതാംബർ ജെയിൻ ടെമ്പിൾ എന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് നെയിം വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് പുറമെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മെയിൻ ടെമ്പിളിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു ചെറിയ മ്യൂസിയവും അതുപോലെ തന്നെ വേറൊരു ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ടെമ്പിൾ എല്ലാം ഒന്ന് കണ്ടുവന്ന് നമുക്ക് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഞാൻ രാവിലെ നേരത്തെ വന്നുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓപ്പണിംഗ് ടൈം വന്നിട്ട് 7 to 8 ആണ്. ഞാനിങ്ങനെ കുറച്ചു നേരം അമ്പലം മൊത്തം കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഇരിക്കാനൊരു സ്പേസ് ഉണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ, നല്ല സമാധാനം. ഇനി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് വേണം, കുറച്ചും കൂടി വീഡിയോസ് എടുക്കാനുണ്ട്. അതെടുത്തിട്ട് നേരെ പോകണം. നിങ്ങൾക്ക് ബാംഗ്ലൂരിൻ്റെ തിരക്കുന്നൊക്കെ ഒന്ന് മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സമയം ഏകദേശം 1 മണി. എൻ്റെ ഫോണിലെ ചാർജ് തീരാറായതുകൊണ്ട് എനിക്ക് ബാക്കി കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ഉച്ചയായപ്പോഴേക്ക് തിരിച്ച് ഞാൻ ബീച്ചിലേക്ക് പോയി.